നമസ്കാരം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ സമയമാകുന്നു. നിങ്ങൾ ഒരു ഇൻഡിവിജ്വലോ HUFO ആണെങ്കിൽ ITR 1, 2, 3, 4 ഇതിൽ ഏത് ഫോം യൂസ് ചെയ്താണ് ITR ഫയൽ ചെയ്യേണ്ടത്? പെനാൽറ്റീസും റിജക്ഷൻസും ലീഗൽ കോംപ്ലിക്കേഷൻസും അവോയ്ഡ് ചെയ്യാൻ നിങ്ങളുടെ വരുമാനത്തിനും നിങ്ങൾ അടങ്ങുന്ന ടാക്സ് പെയർ വിഭാഗത്തിനും അനുസരിച്ച് ശരിയായ ഫോം തിരഞ്ഞെടുക്കുക. ITR 1 ഫോർ സാലറിഡ് ഇൻഡിവിജ്വൽസ് വിത്ത് സിമ്പിൾ ഇൻകം. ഇത് പ്രധാനമായും ശമ്പളം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം മാത്രം ലഭിക്കുന്ന വ്യക്തികൾക്ക് ഈസിയായി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഫോമാണ്. ആർക്കൊക്കെ ITR 1 ഫയൽ ചെയ്യാം? ഒന്നാമത്തെ കണ്ടീഷൻ, നിങ്ങൾ ഒരു റെസിഡന്റ് ഇൻഡിവിജ്വൽ ആയിരിക്കണം. അതായത് ഇന്ത്യയിൽ സ്ഥിരതാമസമുള്ള വ്യക്തിയായിരിക്കണം. നിങ്ങൾ ഒരു NRIയോ HUFO കമ്പനിയോ ഒക്കെ ആണെങ്കിൽ ITR 1 യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. രണ്ടാമത്തെ കണ്ടീഷൻ, നിങ്ങളുടെ മൊത്ത വരുമാനം 50 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. അതിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് ITR 1 ഉപയോഗിക്കാനാകില്ല. മൂന്നാമത്തെ കണ്ടീഷൻ, നിങ്ങൾ സിംഗിൾ ഹൗസ് പ്രോപ്പർട്ടി ഓണർ ആയിരിക്കണം. അത് ലെറ്റ് ഔട്ടോ സെൽഫ് ഒക്യുപ്പൈഡോ ആകാം. നാലാമത്തെ കണ്ടീഷൻ, നിങ്ങളുടെ സാലറി സിംഗിൾ എംപ്ലോയറിൽ നിന്ന് മാത്രമേ ലഭിക്കാൻ പാടുള്ളൂ. അഞ്ചാമത്തെ കണ്ടീഷൻ, അഗ്രികൾച്ചറൽ ഇൻകം അല്ലെങ്കിൽ കൃഷി വരുമാനം 5000 രൂപയിൽ കൂടാൻ പാടില്ല. ആറാമത്തെ കണ്ടീഷൻ, നിങ്ങൾ ഒരു കമ്പനിയിലെ ഡയറക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം അൺലിസ്റ്റഡ് ഷെയർസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫോറിൻ അസറ്റോ ഫോറിൻ ഇൻകമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ITR 1 യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. ഏഴാമത്തെ കണ്ടീഷൻ, നിങ്ങൾക്ക് ക്യാരി ഫോർവേഡോ ബോട്ട് ഫോർവേഡോ ആയിട്ടുള്ള ക്യാപിറ്റൽ ലോസസ് ഉണ്ടെങ്കിൽ ITR 1 യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ വരുമാനത്തിൽ സാലറി, പെൻഷൻ, ഇൻകം ഓർ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻട്രസ്റ്റ് ഇൻകം, ഇൻകം ഫ്രം അതർ സോഴ്സസ് ഇവയെല്ലാം ITR 1 ഇൻക്ലൂഡ് ചെയ്യാം. എന്നാൽ ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം, റീസോഴ്സസിൽ നിന്നുള്ള വരുമാനം ഇവയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈ വർഷം വന്നിട്ടുള്ള ഒരു പ്രധാന മാറ്റം, ഷെയർസിൽ നിന്നോ മ്യൂച്വൽ ഫണ്ട്സിൽ നിന്നോ ഉള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1,25,000 രൂപ വരെ നേരിട്ട് ITR 1 തന്നെ പൂരിപ്പിക്കുക. മുമ്പ് ഇതിനായി ITR 2 അല്ലെങ്കിൽ ITR 3 ഉപയോഗിക്കേണ്ടതായിരുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, മ്യൂച്വൽ ഫണ്ടിൽ നിന്നോ ഷെയർസിൽ നിന്നോ ഉള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കണം. എമൗണ്ട് 1,25,000 രൂപയിൽ കൂടാൻ പാടില്ല. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോ പ്രോപ്പർട്ടി സെയിൽ നിന്നുള്ള ക്യാപിറ്റൽ ഗെയിനോ ഒക്കെ ആണെങ്കിൽ ഈ ഫോം യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. അടുത്തത് ITR 4 ഫോർ സ്മോൾ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽസ് അണ്ടർ പ്രിസംപ്റ്റീവ് ടാക്സ്. ITR 1 കണ്ടീഷൻസിൽ ഭൂരിഭാഗവും ITR 4 ബാധകമാണ്. ITR 1 ITR 4 തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ: ഒന്ന്, ITR 1 റെസിഡന്റ് ഇൻഡിവിജ്വൽസിന് മാത്രമേ ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ITR 4 റെസിഡന്റ് ഇൻഡിവിജ്വൽസിനും HUFനും പാർട്ണർഷിപ്പ് ഫേമിനും ഫയൽ ചെയ്യാൻ സാധിക്കും. സെക്ഷൻ 44AD, 44ADA, 44AE ഉപയോഗിച്ച് പ്രിസംപ്റ്റീവ് ടാക്സേഷനിൽ ബിസിനസ് ഓഫ് പ്രൊഫഷണൽ ഇൻകം ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ITR 4 യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ITR 1 കണ്ടീഷൻസ് എല്ലാം ഇവിടെയും ബാധകമാണ്. അതായത് നിങ്ങളുടെ ടോട്ടൽ ഇൻകം 50 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. സിംഗിൾ ഹൗസ് പ്രോപ്പർട്ടിയെ ഉണ്ടാകാൻ പാടുള്ളൂ. ഷെയർസിൽ നിന്നും മ്യൂച്വൽ ഫണ്ടിൽ നിന്നുമുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1,25,000 രൂപയിൽ കൂടുതലായിരിക്കരുത്. നിങ്ങളുടെ വരുമാനത്തിൽ സാലറി, പെൻഷൻ, ഇൻകം ഓർ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻട്രസ്റ്റ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്, പ്രിസംപ്റ്റീവ് ബേസിസിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ഇവയെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. എന്നാൽ ലോട്ടറി ഇൻകം, റീസോഴ്സസിൽ നിന്നുള്ള ഇൻകം ഇവയൊന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ ഇൻകം 50 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് ടേൺ ഓവർ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ പ്രിസ്ക്രൈബ് ലിമിറ്റ്സിൽ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിനോ ഫോറിൻ ഇൻകമോ ഫോറിൻ അസറ്റോ ഉണ്ടെങ്കിൽ, അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കമ്പനി ഡയറക്ടറോ NRIയോ അല്ലെങ്കിൽ LLPയോ കമ്പനിയോ ഒക്കെ ആണെങ്കിൽ, നിങ്ങളുടെ അഗ്രികൾച്ചറൽ ഇൻകം 5000 രൂപയിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോം യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ITR 4 യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർ ബിസിനസ് ഓഫ് പ്രൊഫഷണൽ ഇൻകം ITR 3 യൂസ് ചെയ്ത് വേണം ഫയൽ ചെയ്യാൻ. ITR 2 കുറിച്ചും ITR 3 കുറിച്ചും വിശദമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.